The film follows the story of ദാസൻ ആൻഡ് വിജയൻ. അതായത് ദാസൻ്റെയും വിജയൻ്റെയും ആ കഥയാണ് ഈ സിനിമ പറയുന്നത്. ടു എഡ്യൂക്കേറ്റഡ് ബട്ട് അൺഎംപ്ലോയിഡ് മെൻ, രണ്ട് വിദ്യാഭ്യാസമുള്ള തൊഴിലില്ലാത്ത ആളുകൾ. ഒരാൾ BCom ഫസ്റ്റ് ക്ലാസ്സും ഒരാൾ B ഡിഗ്രിയും. സ്ട്രഗ്ലിംഗ് ടു സർവൈവ് ഇൻ കേരളത്തിൽ അവരെന്താണ് അതിജീവിക്കാൻ വേണ്ടി പിടിച്ചിരിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരുപാട് സ്ട്രഗിൾ ചെയ്യാണ്, പല വഴി നോക്കുക രക്ഷപ്പെടാൻ. അങ്ങനത്തെ രണ്ടാൾക്കാരെ കഥയാണ്. ഫ്രസ്ട്രേറ്റഡ് ബൈ റിപ്പീറ്റഡ് ഫെയിലിയേഴ്സ് ടു ഫൈൻഡ് ഡീസൻറ്റ് ജോബ്സ്, മാന്യമായ വൈറ്റ് കോളർ ജോലിക്കൊക്കെ വേണ്ടി ഒരുപാട് ശ്രമങ്ങൾ നടത്തി പരാജയപ്പെട്ടതിന് ശേഷം, ഫ്രസ്ട്രേറ്റ് എന്ന് പറഞ്ഞാൽ വല്ലാതെ ഇച്ഛാഭംഗം വരിക, നമ്മൾ ഒരുപാട് ശ്രമം നടത്തിയിട്ടൊക്കെ എന്ത് ചെയ്യുക, നമുക്കൊന്നും ആവാൻ പറ്റാതിരിക്കുക. അപ്പോൾ റിപ്പീറ്റഡ് ഫെയിലിയേഴ്സ്, തുടരെ ശ്രമങ്ങളൊക്കെ പരാജയപ്പെട്ട് ഒരു ജോലിയൊക്കെ എങ്ങനെ നോക്കിയിട്ടും നാട്ടിൽ ജോലി കിട്ടുന്നില്ല. ദേ ഫാൾ ഫോർ എ ഫ്രോഡ് ഏജൻറ്റ്സ് പ്രോമിസ് ഓഫ് ലക്രേറ്റീവ് വർക്ക് ഇൻ ദുബായ്. അങ്ങനെ അവർ ഒരു ഫ്രോഡ് ഏജൻറ്റിൻ്റെ വാഗ്ദാനത്തിൽ ആണ്. സിനിമ കണ്ടാണല്ലോ എല്ലാവരും. ഓഫ് എ ലക്രേറ്റീവ് വർക്ക് ഇൻ ദുബായ്, വളരെ ഒരു ലക്രേറ്റീവ് വർക്ക് എന്ന് പറഞ്ഞാൽ നല്ല അത്യാവശ്യം പ്രോഫിറ്റബിളായ നല്ല ഒരു ലാഭമുള്ള അല്ലെങ്കിൽ ഒരു നല്ല അവർക്ക് പറ്റുന്ന രീതിയിലുള്ള ഡിമാൻഡിങ് ആയൊരു ജോബ് ദുബായിൽ നിങ്ങൾക്ക് ഓഫർ ചെയ്യാം, ഗൾഫ് വർക്കാ ദോസ് എന്നൊക്കെ പറഞ്ഞിട്ട് എടുത്തു കൊടുക്കുകയാണ്. ദേ സെൽ ദെയർ ബിലോങ്ങിങ്സ് ടു പേ ഫോർ ദ ജേണി. അപ്പോൾ ദുബായ്ക്ക് പോകാൻ വേണ്ടിയിട്ട് അവരെ സാധനങ്ങളൊക്കെ വിൽക്കുകയാണ്. ഓൺലി ടു ബി ട്രിക്കഡ് ആൻഡ് ഡംപ്ഡ് ഇൻ ചെന്നൈ. പക്ഷേ യഥാർത്ഥത്തിൽ കബളിപ്പിക്കപ്പെടാനും ചെന്നൈയിൽ എന്താവാനാണ്, അവിടെ തള്ളപ്പെടാനൊക്കെ വേണ്ടിയിട്ടാണ്. ബിലീവിങ് ഇറ്റ്സ് ദുബായ് ആണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇൻ ചെന്നൈ. അങ്ങനെ ചെന്നൈയിൽ എന്താ സംഭവം എന്ന് വെച്ചാൽ ദേ ഡിസ്കവർ ദ ഹാർഷ് ട്രൂത്ത്. ചെന്നൈയിൽ നിന്ന് അവരൊരു വളരെ പ്രയാസകരമായ സത്യം മനസ്സിലാവുകയാണ്. ബട്ട് ഡിസൈഡ് ടു സ്റ്റേ പോസിറ്റീവ് ആൻഡ് ലുക്ക് ഫോർ വർക്ക്. പക്ഷേ ഇവർ ചതിക്കപ്പെട്ടു. അപ്പോൾ അത് തിരിച്ചറിഞ്ഞതിന് ശേഷം എന്താ പറയുക, പോസിറ്റീവായിട്ട് ഇവിടെ തന്നെ പിടിച്ചു നിൽക്കണം, ജോലി നോക്കണം, അങ്ങനെ അവിടെ നിൽക്കുകയാണ്. ദെയർ ഹ്യൂമറസ് സ്ട്രഗിൾസ് ടു അഡാപ്റ്റ് ടു എ ന്യൂ സിറ്റി. ഒരു പുതിയ ടൗണിൽ വന്നിട്ട് പൊരുത്തപ്പെടാനുള്ള അവരുടെ വളരെ രസകരമായ ഒരുപാട് എഫേർട്ടുകൾ, കാട്ടിക്കൂട്ടലുകൾ. സ്ട്രഗിൾ എന്ന് പറഞ്ഞാൽ സമരം എന്നാണ്. ലീഡ് ദം, അതവരെ നയിക്കുന്നു ത്രൂ എ സീരീസ് ഓഫ് മിസ് അഡ്വഞ്ചേഴ്സ്. ഒരുപാട് അബദ്ധങ്ങളിലേക്ക് അവരെ നയിക്കുന്നുണ്ട്. മിസ് അഡ്വഞ്ചർ എന്ന് പറഞ്ഞാൽ ദുരന്തം, ദൗർഭേരമായ സംഭവങ്ങൾ പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടുള്ള അവരുടെ ശ്രമങ്ങളൊക്കെ അങ്ങനെ പല അബദ്ധങ്ങളും ചെന്ന് ചാടുന്നുണ്ട്. ബൈ ഷിയർ ലക്ക് ആൻഡ് വിറ്റ്, വെറും ലക്ക് കൊണ്ടും അല്പം ബുദ്ധി കൊണ്ടും ദ എൻഡ് അപ്പ് വർക്കിംഗ് ആസ് എ അണ്ടർ കവർ ഡിറ്റക്റ്റീവ്സ്. അവരെല്ലാം കൂടി അവസാനം എന്തായി, അണ്ടർ കവർ ഡിറ്റക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ CID, രഹസ്യ പോലീസ്. ആൾക്കാരുടെ ഇടയിൽ എന്താവില്ല, ഡിറ്റക്റ്റീവായിട്ട് കാണില്ല, സാധാരണക്കാരായിരിക്കും, അവർക്കാണ് അണ്ടർ കവർ ഡിറ്റക്റ്റീവ് എന്നറിയാം. ഹെൽപ്പിംഗ് ദ പോലീസ് ക്യാച്ച് ദ നൊട്ടോറിയസ് അണ്ടർവേൾഡ് സ്മഗ്ലർ. കുപ്രസിദ്ധനായ സ്മഗ്ലർ നമ്മളെ പവനായി, അദ്ദേഹത്തെയും ആൻഡ് ഹിസ് ബോസ് ആനന്ദൻ നമ്പ്യാർ, അവരെ രണ്ടാളെയും ഇവരെ പിടിക്കാൻ പോലീസിനെ അവരെ സഹായിക്കുന്നു. ഇവിടെ മാമുക്കോയെന്ന് ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട്, മാമുക്കോയ അല്ല പവനായി. ഓക്കെ. ഇന്ന് എൻ്റെ അവസാനം ഡിസ്പൈറ്റ് ഓൾ ദ ഓഡ്സ്, എല്ലാ പ്രയാസങ്ങൾക്കിടയിലും എല്ലാ പ്രതിസന്ധികൾക്കിടയിലും ദാസൻ ആൻഡ് വിജയൻ റൈസ് ഫ്രം അൺഎംപ്ലോയ്മെൻറ്റ് ടു സക്സസ്. വിജയനും ദാസനും തൊഴിലില്ലായ്മയിൽ നിന്നും വിജയത്തിലേക്ക് എത്തിച്ചേരുന്നു. സിംബിളൈസിങ്, പ്രതീകവൽക്കരിച്ചുകൊണ്ട് ദ റെസിലിയൻസ് ആൻഡ് ഒപ്റ്റിമിസം ഓഫ് കോമൺ പീപ്പിൾ. സാധാരണക്കാരുടെ ആ ഒരു ശുഭാപ്തി വിശ്വാസവും അങ്ങേയറ്റത്തെ ഒരു ക്ഷമയും സഹനവും ഒക്കെ പ്രതീകവൽക്കരിച്ചുകൊണ്ടാണ് അവർ വിജയിച്ചു വരുന്നത്. ഓക്കെ.